ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ആസിഫ് അലി, വിജയരാഘവൻ, അപർണ ബാലമുരളി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച കിഷ്കിന്ധാകാന്ഡം എന്ന ചിത്രത്തെക്കുറിച്ചാണ് പറയാനിരിക്കുന്നത്. ചിത്രം കണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിനുള്ളിൽ ചില ഒരു തേങ്ങലുകളൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന രീതിയിലാണ് ചിത്രം കണ്ടിറങ്ങുമ്പോൾ നമുക്ക് വരുന്നത്. കാരണം ഈ ചിത്രത്തിന്റെ ഒരു തുടക്കം മുതൽ അവസാനം വരെ നീങ്ങുന്നത് ഒരു നിഗൂഢപരമായ രീതിയിലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറയുന്നത് വിജയരാഘവന്റെ ഒരു ക്യാരക്ടറാണ്. വിജയരാഘവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ വളരെ കർക്കശക്കാരനായ ഒരു രീതിയിൽ, അദ്ദേഹം ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു പട്ടാളക്കാരനാണ്. അദ്ദേഹത്തിന്റെ മകനായിട്ടാണ് ആസിഫ് അലി വരുന്നത്. അദ്ദേഹം ഈ വിജയരാഘവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ ചില മിക്കവാറും ഡയലോഗ്സ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ വെറുപ്പിക്കുന്ന രീതിയിൽ ഭയങ്കര കണിശക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി. പിന്നെ അദ്ദേഹത്തിന്റെ ചില അന്വേഷണങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അന്വേഷണങ്ങളും ആസിഫ് അലിയുടെയും അപർണ ബാലമുരളിയുടെയും അന്വേഷണങ്ങളും ഒക്കെയാണ് ഈ സിനിമയുടെ ഒരു കഥയുടെ ഒരു രീതി. അതായത് ഒരു കുട്ടി മിസ്സാകുന്നതും അതിനെ തുടർന്നുള്ള അന്വേഷണവും, പിന്നീട് ഒരു റിവോൾവർ മിസ്സാകുന്നതും അതിന്റെ ഒരു അന്വേഷണം, അങ്ങനെയൊക്കെയാണ് ഈ സിനിമയുടെ ഒരു പോക്ക്. അപ്പോൾ വളരെ നിഗൂഢപരമായ രീതിയിലാണ് ഈ ചിത്രത്തിന്റെ ഒരു നീക്കം. നമുക്ക് എന്താ പറയുക, സിനിമ അവസാനിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആ സിനിമയിലെ സീൻസ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിന്റെ തിരക്കഥയാണ്, ഇതിന്റെ സംഭാഷണ ശൈലികളാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ സീനുകളെക്കാൾ കൂടുതലും ഈ എന്താ പറയുക, ചില സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നതിനേക്കാൾ ഉപരി അത് പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുക എന്ന് പറയത്തില്ലേ, എന്ന് പറയുന്ന രീതിയിലാണ് ഇതിന്റെ ഡയലോഗുകളാണ് ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട വിജയം എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അവസാന നിമിഷത്തിലുണ്ടാകുന്ന വിജയരാഘവന്റെ, ആസിഫ് അലിയുടെ, അപർണ ബാലമുരളി എന്നിവരുടെ 3 പേരുടെയും ചില അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആശയവിനിമയങ്ങളും അല്ലെങ്കിൽ സംഭാഷണങ്ങളും നമ്മളെ ശരിക്കും പറഞ്ഞാൽ ചിത്രം ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിനെ പിടിച്ച് നിർത്തുന്ന രീതിയിലാണ്. അതിൽ ആസിഫ് അലിയുടെയും വിജയരാഘവന്റെ ഒക്കെ അഭിനയ പ്രകടനം എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. അവരുടെ അഭിനയം ഏത് ലെവലിലൊക്കെ പോകുന്നതാണ്. അപ്പം അതേ ലെവലിൽ അവർ നമ്മളെ പിടിച്ചിരുത്തി നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരിലേക്ക് നമ്മളെ അങ്ങോട്ട് എത്തിക്കുന്ന ഒരു രീതിയിലാണ് ആ പ്രകടനം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച ഒരു സംവിധാനം ആണ് കിഷ്കിന്ധാകാന്ഡത്തിൽ നമ്മൾ കാണുന്നത്. കാരണം ദിൻജിത്ത് അയ്യത്താൻ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച ഒരു ചിത്രം തന്നെയാണ്. ഒരു ക്ലാസിക് മൂവി ആയിട്ടാണ് നമുക്കിതിനെ കണക്കാക്കാൻ കഴിയുന്നത്. കാരണം അത്രയും മികച്ച ഒരു ചിത്രമാണ്. എന്തായാലും ഇതിൽ പിന്നെ ജഗദീഷിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമുണ്ട്, നമ്മുടെ അശോകൻ ചെയ്തൊരു കഥാപാത്രമുണ്ട്. അപ്പം വളരെയേറെ മിസ്റ്റീരിയസ് ആയിട്ട് നിഗൂഢതകൾ നിറഞ്ഞ ആ നിഗൂഢത അഴിഞ്ഞ് മാറുന്നതിലൂടെയാണ് ചിത്രം അവസാനിക്കുന്നത്. അപ്പം എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. മികച്ച ഒരു ക്ലാസിക് മൂവി ആയിട്ടാണ് ഈ ചിത്രത്തെ നമ്മൾ കണക്കാക്കുന്നത്.